ഉച്ചവിളാകത്തെ ഒരുവം ഭാഗം 6. മാറായും മധുരമാക്കുന്നവനാണ് യേശുവപ്പൻ. രുക്മിണി പുത്തൻ വീടിന്റെ തിണ്ണയിലിരുന്ന് കണ്ണടച്ചുകൊണ്ട് പറഞ്ഞു. നാരായണി പിള്ള അതു കേട്ട് മിണ്ടാതിരുന്നു. രുക്മിണി യേശുവിന്റെ വഴിയെ നടക്കാൻ തുടങ്ങിയിട്ടും അവളും കുരിശുമുത്തവും ഒരുമിച്ചിട്ടും കാലം കുറേയായി. രണ്ടുപേരുടെയും സ്വദേശം തമിഴ്നാടാണ്. കൃത്യമായി പറഞ്ഞാൽ തിരുവട്ടാർ. ആദികേശവ പെരുമാളിന്റെ അമ്പലത്തിനടുത്താണ് രുക്മിണിയുടെ കുടുംബവീട്. വലിയ ആഠ്യത്വം അവകാശപ്പെട്ടിരുന്ന കുടുംബം. തിരുവിതാംകൂർ തായ് വഴിയിൽ എവിടെയോ ബന്ധമുണ്ടെന്ന് വീമ്പു പറഞ്ഞിരുന്ന അച്ഛൻ കേശവപിള്ള. ഏതു നേരവും അമ്പലവും ജപം ആചാരങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു ജീവിതം. കുരിശുമുത്തു സ്വാമിത്തോപ്പ് സ്വദേശിയാണ്. അവിടെ തെങ്ങുകയറ്റവും കൃഷിപ്പണിയും ഒക്കെയായി കഴിഞ്ഞു പോന്നു. ഇതിനിടയ്ക്ക് എപ്പോഴോ കുരിശുമുത്തുവും രുക്മിണിയും തമ്മിൽ അടുത്തു. കടുത്ത പ്രണയത്തിലായി. ഒളിച്ചോടി. നാടാകെ കലാപം. അവർ നാടുവിട്ട് നേരെ വന്നു പെട്ടത് ഉച്ചവിളാകത്താണ്, പത്മനാഭൻ പിള്ളയുടെ അടുത്ത്. അദ്ദേഹം വീട് വയ്ക്കാൻ സ്ഥലം നൽകി. കൃഷി നോക്കി നടത്തുന്ന ജോലിയും കൊടുത്തു. അതോടെ രണ്ടുപേരുടെയും ജീവിതം പച്ചപിടിച്ചു. രാത്രി കൃഷിത്തോട്ടത്തിൽ പന്നി ഇറങ്ങുന്നുണ്ടോ എന്നറിയാൻ കുരിശുമുത്തു പുരയിടത്തിലൊരു ഏറുമാടം കെട്ടി. അവിടെയാണ് രാത്രി മുഴുവൻ. രാവിലെ എഴുന്നേറ്റ് വീട്ടിൽ പോകും. കുരിശുമുത്തു വളരെ മുന്നേ തന്നെ യേശുമാർഗം നടന്നവനാണ്. അതേ വഴിയിൽ രുക്മിണിയും. ഇതിനിടയ്ക്ക് പിള്ളേര് 4 പിറന്നു. രുക്മിണിയുടെ പള്ളിപ്പേര് കത്രീന എന്നാണ്. എന്നാൽ അത് രുക്മിണിക്ക് പോലും പെട്ടെന്ന് ഓർമ്മ വരില്ല. അവർ ഇപ്പോഴും രുക്മിണിയാണ്. നാട്ടുകാർക്ക് രുക്മിണി. പഴയ ദൈവങ്ങളെയും പൂജകളെയും ഒക്കെ വിട്ട് കർത്താവിന്റെ വഴിയെ നടന്ന ആദ്യ നാളുകളിൽ രുക്മിണിക്ക് ആകെ ആവലാതിയായിരുന്നു. പെരുമാൾ പിണങ്ങില്ലേ, ശപിക്കില്ലേ എന്നൊക്കെയായിരുന്നു ചിന്ത. ഇപ്പോൾ അതൊക്കെ മാറി. കയ്യിൽ സദാ ബൈബിളുമായാണ് നടപ്പ്. മാലയും വളയും കമ്മലുമൊക്കെ പണ്ടേ ഉപേക്ഷിച്ചു. കമ്മലില്ലാത്ത കാത് കാണുമ്പോൾ നാരായണി പിള്ളയ്ക്ക് വിഷമം വരും. എടെ ചെല്ലക്കിളി, കാതിലിടാൻ ഞാൻ നിനക്കൊരു കമ്മല് തരട്ടാ. അമ്മച്ചിരെ പൊന്നുമോൾ ഇടുവോ? അയ്യോ വേണ്ടമ്മച്ചി, അത് വേദത്തിനെതിരാണ്. സ്ഥിരം മറുപടി. ഇപ്പോൾ കുറെ നാളായി നാരായണി പിള്ള അത് ചോദിക്കാറില്ല. അമ്മച്ചി, തെക്കത് പൊളിക്കണമെന്ന് കേട്ടത് ഉള്ളതാണാ? നിന്റെ കൂടെ ആര് പറഞ്ഞ്? തോട്ടില് കുളിക്കാൻ പോയപ്പം ഓമനക്കം പറഞ്ഞ്. പഞ്ചപാപി, വല്ല കാര്യമുണ്ടാ? സുലോചന ഇത് കേട്ട് അമ്പരന്നു. രുക്മിണിയക്ക, നിങ്ങൾ ഞങ്ങളെ ദൈവങ്ങളെ പണ്ടേ കളഞ്ഞതല്ലേ? പെണ്ണെ സുലോനെ, കാര്യം അതൊക്കെ ശരിയാ. എന്നാലും ആദ്യം ഇവിടെ അത്താന്റെ കയ്യും പിടിച്ച് വന്നപ്പം മുതുക്കനല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവിടത്തെ അങ്ങുന്നു. അമ്മച്ചിക്ക് അറിയോ, ഒരിക്കൽ രാത്രി അത്താൻ ഏറുമാടത്തിൽ കിടക്കാൻ പയ്യപ്പം ഭയങ്കര പട്ടി കുരയ്ക്കല്. അത്താൻ ഇറങ്ങി നോക്കുമ്പോ കാണാം 8-9 അടി പൊക്കമുള്ള ഒരു മനുഷ്യൻ. കാതില് പൊന്നും കെടുക്കൻ, കയ്യില് ഒടവാള്. ആരെന്നറിയോ? ആരും മറുപടി പറയാത്തത് കൊണ്ട് ഉത്തരവും രുക്മിണി തന്നെ പറഞ്ഞു. തെക്കതില് മുതുക്കൻ. അത്തനാകെ പേടിച്ച്. മുതുക്കൻ നമ്മളെ പണയിലൂടെ നൂരെ നടക്കണ്. അക്കരക്കരയുള്ള തട്ടാന്മാരുടെ കോവിലില്ലേ, അങ്ങോട്ട് പോണതാണ്. അവിടത്തെ കാളിയമ്മയെ കാണാൻ. എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞിരിക്കാൻ പോണതായിരിക്കും. അത്താൻ അവര് കണ്ട്. അടുത്തു വന്ന് നീ ഏതാടാ എന്ന് ചോദിച്ച്. എന്നിട്ട് സൂക്ഷിച്ചു നോക്കി. ആ, യേശുവിന്റെ പിള്ളയാണല്ലേ, ശരി എന്നും പറഞ്ഞു പോയി. കഥ കേട്ട് സുലോചനയും നാരായണി പിള്ളയും പൊട്ടിച്ചിരിച്ചു. നിങ്ങൾ എന്തിനാണ് ചിരിക്കണത്? ഞാൻ കള്ളം പറഞ്ഞതല്ല, ഉള്ളതാ. ഓ തന്നെ, തമ്മസിച്ച് നാരായണി പിള്ള ചിരിച്ചു. ഞാൻ പോണ്, നിങ്ങളെയൊക്കെ സാത്താൻ കൂടി. രുക്മിണി പിണക്കം നടിച്ചുകൊണ്ട് പോയി. അമ്മച്ചി, തെക്കതിടിക്കാൻ പോണെന്നാണല്ലേ കരകമ്പി? സുലോചനയുടെ ചോദ്യം കേട്ട് നാരായണി പിള്ളയുടെ മുഖം കനത്തു. അതെങ്ങനെ പറ്റും? കൊമരു വരുമ്പോ ചോദിക്കണം, നാരായണി പിള്ള പറഞ്ഞു. ഇതേ സമയം തെക്കതിന്റെ അടുത്ത് കരയോഗത്തിലെ അംഗങ്ങളുടെ യോഗമായിരുന്നു. കരയോഗം പ്രസിഡന്റ് സദാശിവൻ നായർ ബഹളം നിയന്ത്രിക്കാൻ പാടുപെട്ടു. അവസാനം എഴുന്നേറ്റ് നിന്ന് അല്പം ഉച്ചത്തിൽ പറഞ്ഞു. നിങ്ങളിങ്ങനെ അലച്ചും പറഞ്ഞും അലമ്പുണ്ടാക്കിയിട്ടും കാര്യമില്ല. നമ്മൾ കൂടിയതിന്റെ ഉദ്ദേശം മറക്കല്ല്. ഞാൻ എന്റെ അഭിപ്രായം ഇതുവരെ പറഞ്ഞില്ല, അതങ്ങ് പറഞ്ഞേക്കാം. നാട്ടിൽ മൊത്തം ഇപ്പം വിശ്വാസികളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. നേരത്തെ ഇല്ലായിരുന്നോ അണ്ണ എന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കും. അതിനുള്ള മറുപടി കൂടെ പറയാം. കോഴിയെ വെട്ടിയും ചാരായം നേദിച്ചും കാട്ടിക്കടക്കണവരെ കൊണ്ട് പാട്ടുപാടിയുമല്ല ആചാരങ്ങളെ നിലനിർത്തേണ്ടത്. അതിന് വിധിപ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്യണം.
ദേവപ്രശ്നം നടത്തണം. തെക്കത് പുത്തൻ വീട്ടുകാരുടെ മാത്രമല്ല, മേലതിലെ കാരണവരെയും അവിടെയല്ലേ കുടിയിരുത്തിയേക്കണത്. എന്റെ അമ്മാച്ചനും അവിടെയല്ലേ. പണ്ട് സായിപ്പിന്റെ വെടികൊണ്ട് ചത്ത കിളവന് മാത്രമേ ഉള്ളൂ പെണ്ണും പെടക്കോഴിയും ഒന്നും ഇല്ലാത്തത്. അത് പോട്ട്, ഞാൻ പറഞ്ഞു വന്നത് നമ്മക്കാദ്യം ദേവപ്രശ്നം നടത്തണം. ഭഗവാൻ ചിന്തിക്കണത് എന്താണെന്ന് അറിയില്ലല്ലോ. ആ കൊമരൂന് ഇതിനൊന്നും വലിയ താല്പര്യമില്ല. പപ്പനാവൻ പിള്ള പോയതോടെ പുത്തൻ വീട്ടിലെ ഐശ്വര്യം പോയി. ആ ചെറുക്കൻ വല്ലപ്പോഴും ഒരു അന്തിത്തിരി കത്തിച്ചുകൊണ്ട് വല്ലതും ആയോ? ഇവിടെ നിത്യപൂജ വേണം. അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കണം. ആദ്യം നല്ലൊരു ദിവസം നോക്കി തെക്കതിന്റെ താക്കോല് വാങ്ങണം. പിന്നെ ഒരു കാര്യം കൂടി പറയാം, നാട്ടുകാരുടെ ഒരു ട്രസ്റ്റ് ആയിരിക്കണം കാര്യങ്ങൾ നോക്കേണ്ടത്. സംഭാവന ആർക്കും തരാം. അല്ല, അപ്പൊ പുത്തൻ വീട്ടുകാർ എന്ത് ചെയ്യും? ആരോ ചോദിച്ചു. അവരൊന്നും ചെയ്യണില്ല. അവരുടെ അവകാശം പോവേയില്ല. പുത്തൻ വീട്ടിലെ മൂത്ത ആളായിരിക്കും ട്രസ്റ്റിലെ സ്ഥിരം മെമ്പർ. പോരെ? യോഗം കൈയടിച്ച് എല്ലാം പാസാക്കി. ഇത് കേട്ടിട്ടാണോ എന്നറിയില്ല, തെക്കതിലെ കരിമ്പനയിൽ നിന്നും ഒരു വലിയ ഓല താഴേക്ക് പതിച്ചു.